ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവരെയും പോലെ തന്നെ ആഗ്രഹിച്ച് നല്ല ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാനും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത്. എപ്പോൾ? 6 വർഷം മുന്നേ. പക്ഷേ ഇതുവരെ എനിക്ക് ഏണിങ്സ് ഒന്നും ആയിട്ടില്ല. എൻ്റെ വീഡിയോ മോണിറ്റൈസ്ഡും ആയിട്ടില്ല എൻ്റെ ചാനൽ. അപ്പോൾ അതൊക്കെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. എൻ്റെ ചാനൽ എല്ലാവരും പറയുന്ന എല്ലാ യൂട്യൂബിൻ്റെ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഇങ്ങനെ പറയുന്ന ചാനലുകളൊക്കെ ഉണ്ടോ, അവരൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു വീഡിയോ നമ്മുടെ ക്ലിക്കായാൽ മതി നമ്മൾ കയറിപ്പോകുമെന്ന് പറയുന്നത് അത് സത്യമാണ് കേട്ടോ. കാരണം ഞാനങ്ങനെ ഒരു കയറിയ ഒരാളാണ്, മോണിറ്റൈസേഷനുമായി. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പുതിയ യൂട്യൂബേഴ്സ് യൂട്യൂബ് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും ഇത്. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ, എൻ്റെ എക്സ്പീരിയൻസ്, ഇതിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2019 ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021 എനിക്ക് മോണിറ്റൈസേഷനുമായി. 2 വർഷം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷിജോ പി എബ്രഹാം എന്ന് പറയുന്ന ആ പുള്ളിയുടെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. പഠിച്ചു, 2 മക്കൾ, അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തുടക്കമൊക്കെ. അപ്പോൾ എല്ലാവരും പോലെ തന്നെ അങ്ങനെ തുടങ്ങി കൺസിസ്റ്റൻ്റായി വീഡിയോസ് എല്ലാം ഇട്ടു. ഒരു വീഡിയോ എൻ്റെ ക്ലിക്കായി. എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അത് ഏതായിരുന്നു, ഒരു കിച്ചൺ ടൂർ വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നല്ലോണം ക്ലിക്കായി. അത് കഴിഞ്ഞ് പിന്നെ കുറേ വീഡിയോസ് ഇട്ട് ഒന്നും ക്ലിക്കാവുന്നില്ല. അതിനകത്ത് കുറേ സബ്സ്ക്രൈബേഴ്സ്, കുറേ വാച്ച് അവർക്ക് കയറാൻ തുടങ്ങി. പിന്നെ ഞാനിട്ടത് ഒരു സേവിങ്സിൻ്റെ വീഡിയോ ആയിരുന്നു, ഒരു മണി സേവിങ് വീഡിയോസ്. എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, എൻ്റെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു വീഡിയോ സേവിങ്സ് വീഡിയോസാണ്. അതങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോസ് ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്ന, അതിൻ്റെ ഫോളോവേഴ്സും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ നമുക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ വീഡിയോസ് ഇട്ടാൽ മാത്രമേ ക്ലിക്ക് ആവുള്ളൂ. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡുമായിരുന്നു അത്. കാരണം ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇട്ടപ്പോഴത്തേക്ക് നല്ലോണം അങ്ങ് അടിച്ചു കയറി. അപ്പോഴാണ് നമ്മുടെ കൊറോണ വരുന്നത്. കൊറോണ വന്ന് നാട്ടിൽ വരേണ്ട സാഹചര്യമായി. അപ്പോൾ തന്നെ വീട്ടിൻ്റെ അകത്തൊക്കെ എല്ലാവരും ഒതുങ്ങിയിരിക്കുന്നൊരു സമയമല്ല. അപ്പോൾ എനിക്ക് മൈക്കോ അങ്ങനെയൊന്നും ഇല്ല, ഉള്ളതൊരു പൊട്ട ഫോണ്. അതിനകത്താണെങ്കിൽ എനിക്ക് സമയത്തിന് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനോ ഒന്നും പറ്റുന്നില്ലാത്തൊരു സാഹചര്യം. അങ്ങനെ അവിടെ വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീഡിയോ മോണിറ്റൈസ്ഡായി. അതായത് 2021. അതിൻ്റെ ക്ലിപ്പിങ്സാണ് ഇവിടെ കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പം എനിക്ക് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡായി. ഇപ്പോൾ ഞങ്ങൾ കോവളം ബീച്ചിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പുതിയ ഒരുപാട് വീഡിയോസുകളൊക്കെ ഇനി നമുക്ക് വരുന്ന. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ മോണിറ്റൈസ്ഡായി, മോണിറ്റൈസേഷൻ ഓണായി. അപ്പോൾ 2021 എനിക്ക് മോണിറ്റൈസ്ഡായി. ഞാൻ അതായത് കൊറോണയ്ക്ക് നാട്ടിൽ വന്ന സമയത്ത് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. മോണിറ്റൈസേഷൻ ആയല്ലോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എല്ലാവരും യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ മോണിറ്റൈസ് ആകുന്നെന്ന് പറയുന്ന ഒരു വലിയ കടമ്പയാണ്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കിട്ടിയിട്ട് നമ്മൾ മോണിറ്റൈസ് ആകുക എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയാണ്. അതെങ്ങനെയോ ഒന്ന് കടന്നല്ലോ എന്ന് വെച്ച് സമാധാനിച്ചിരിക്കുമ്പം ഈ ഡോളറൊക്കെ കയറുന്നത് കണ്ടാൽ ഭയങ്കര ദയനീയാവസ്ഥയാണ്. $1 ആവാൻ തന്നെ എനിക്ക് അന്നത്തെ എൻ്റെ പോക്കനുസരിച്ച് എനിക്ക് എനിക്ക് തോന്നുന്നു 1 വർഷമെങ്കിലും എടുക്കുമായിരുന്നു തോന്നുന്നു. അതുപോലെയാണ് സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ 9 മാസം വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. നാട്ടിലെ മക്കൾ, ഒരുപാട് ആൾക്കാർ വന്നത്, പിന്നെ നമ്മുടെ നാട്ടുമ്പുറം ആകുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് അങ്ങനെ ഇരിക്കാനും പറക്കാനൊന്നും പറ്റില്ല. പണിയും ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും ഇടാൻ പറ്റിയില്ല. 9 മാസം ഞാൻ ഒട്ടും വീഡിയോ ഇട്ടില്ല. പിന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു കഴിഞ്ഞ് ഒരു 10-ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ ഇടാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് എനിക്കൊരു മെയിൽ വന്നതൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു വീഡിയോയെങ്കിലും ഇടയ്ക്കിട്ടിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പം പറ്റില്ലായിരുന്നു. അതാണ്, മെയിൽ പോലും ചെക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് എനിക്ക് യൂട്യൂബ് എനിക്ക് തന്നിരുന്ന വാർണിങ്സ് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ മോണിറ്റൈസേഷനൊന്നും ഇല്ല, അതെല്ലാം ഓഫായി കിടക്കുന്നു. അപ്പോൾ എന്താണെന്ന് വിചാരിച്ച് ചെക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മെയിൽ വന്നതും ഒക്കെ ഞാൻ അറിയുന്നത്. ഇപ്പോൾ ഒരു മെയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം, നിങ്ങളുടെ വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഇപ്പോൾ എടുത്ത് കളയും. 9 മന്തായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. മാത്രമല്ല ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ലാസ്റ്റ് 12 മന്ത്സിൻ്റെ കണക്കാക്കിയിട്ടാണ്. അപ്പോഴാണ് ഞാൻ ഈ മെയിൽ എടുത്ത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 4000 മണിക്കൂർ എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ പോകുന്നുള്ളത് എനിക്ക് അപ്പോൾ അറിഞ്ഞൂടായിരുന്നു. മെയിൽ പോലും ചെക്ക് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അതും അറിഞ്ഞില്ല.
കാരണം അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഫോൺ പോലും എനിക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യവും തിരക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അതൊന്നും പറ്റിയില്ല. പിന്നെ അങ്ങനെയാണ് ഈ മെയിൽ കണ്ടത്. ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഇടണം, നിങ്ങൾ മോണിറ്റൈസേഷൻ പോകും, 4000 വാച്ച് അവർ കുറഞ്ഞു വരുവാണെന്നുള്ള ഒരു മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഞാൻ നോക്കിയില്ല. അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ പോയി. അപ്പോൾ ഈ 4000 മണിക്കൂർ എന്നുള്ള കുറഞ്ഞ് അങ്ങ് വന്നുകൊണ്ടിരുന്നു. അത് 3000 സംതിങ് എത്രയോല കിടന്നത്. പിന്നെ ഞാൻ വീണ്ടും എനിക്ക് ഭയങ്കര വിഷമമായി, എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ തോന്നിയില്ല. പിന്നെ ഞാൻ ആശ്വസിച്ചു, അതായത് പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണാമല്ലോ, യൂട്യൂബ് ഉള്ളിടത്തോളം കാലം കാണാമല്ലോ എന്നുള്ളൊരു ആശ്വാസം എനിക്ക് കിട്ടിയതുകൊണ്ട് അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. എന്നാലും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. എനിക്ക് അന്ന് വീഡിയോസൊക്കെ എങ്ങനെയൊക്കെയോ എടുത്തിരുന്നത്, എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ കയറി, എൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ 3 വർഷം തൊട്ടുള്ള വീഡിയോസേ കാണുള്ളൂ. വേറെ വീഡിയോസൊക്കെ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തൊക്കെയോ കൺസിസ്റ്റൻ്റായി ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാ ഇടേണ്ടതെന്ന് അറിയത്തില്ല. അത് ഒരുപാട് വീഡിയോസിൽ ചറവറ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. കൺസിസ്റ്റൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡിലീറ്റ് ചെയ്ത വീഡിയോസിൻ്റെയും എല്ലാത്തിൻ്റെയും വാച്ച് അവറൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പം എനിക്ക് 800 ചില്ലറ സംതിങ് വാച്ച് അവേഴ്സേ ഉള്ളൂ. കാരണം ഇപ്പം ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നത് കുറവാണ്, ഷോർട്ട് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ടേ കാര്യമുള്ളൂ, അപ്പോഴേ വാച്ച് അവർ കയറുള്ളൂ. ഷോർട്ട്സ് ഇടുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുമായിരിക്കും, പക്ഷേ അല്ലാതെ നമുക്ക് വാച്ച് അവർ ഒന്നും കയറുമോ, അല്ലെങ്കിൽ നമ്മളൊരു ഏണിങ്സ് ഒക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് സക്സസ് ആവില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എനിക്ക് കുറേ അറിവുകളൊക്കെ കിട്ടി. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഒരു കണ്ടൻറ്റ് ആൾക്കാർക്ക്, ഓഡിയൻസിന് വേണ്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്തിടുന്ന അതൊക്കെ എനിക്ക് ഭയങ്കര പാഷനായി മാറി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാറി. ഈ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഇതുവരെയുള്ള എൻ്റെ യൂട്യൂബിൻ്റെ ജേർണി എന്ന് പറയുന്നത്. ഇതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് ഏതെങ്കിലും ഒരു വീഡിയോസ് നമ്മളുടെ ഓഡിയൻസിന് ആവശ്യമുള്ള ഒരു വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ടാവും. ആ വീഡിയോസിൽ നമ്മൾ നല്ല ക്ലിക്ക് ആവുകയും ചെയ്യും. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീഡിയോസ് ഇടുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കണ്ടൻറ് ഇടുക. കാരണം വെച്ചാൽ ഇപ്പോൾ ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മൾ എല്ലാ ടോപ്പിക്കിനെ പറ്റിയും എല്ലാ തരത്തിലും നല്ല ടാലൻറ്റഡ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് വീഡിയോസ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനിടയിൽ നമ്മുടെ വീഡിയോസ് ക്ലിക്ക് ആവുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി നോക്കുക. ആൾക്കാർക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെ റിസർച്ച് ചെയ്ത് തന്നെ ഇടാൻ വേണ്ടി നോക്കുക. സോ ഇപ്പം ഞാൻ മെയിനായിട്ടും ഇതുപോലെ ഷോർട്ട് വീഡിയോസൊക്കെ തന്നെ ഇടുന്നത്. കാരണം എനിക്കിപ്പോഴും സമയമൊന്നുമില്ല. വർക്ക് ഫ്രം ഹോം ജോബൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒട്ടും സമയമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് ജേർണി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യും, നല്ലൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷനോ എന്തെങ്കിലും ഒരു സ്കില്ലോ വെച്ച് നമുക്ക് വേറെ മുടക്കൊന്നും ഇല്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള ഒരു ഫോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. ഷോർട്സ് ആണോ ഏതാണോ, നമുക്കൊരു ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടെങ്കിലും നമ്മളുടെ വീഡിയോസിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ലോങ് വീഡിയോസ് ഇടുന്നത് തന്നെയാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്നത്, ഓണായി കിട്ടി നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്.